ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 1200 കൊല്ലവർഷത്തെ ഫലമാണ്. അതായത് ചിങ്ങം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ്. കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ. ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം. ഈ ഒരു ഫലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അല്ലെ. കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ്. വ്യാഴം, ശനി, രാഹു, കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുക. അതുമാത്രമല്ല, നമ്മൾ പുതിയൊരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 1100 എന്ന ആണ്ടിൽ നിന്നും 1200 എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി 200 അല്ലെ, 200 എന്ന വർഷമാണ് നമ്മൾ മുമ്പോട്ട് പോവുക. ഈ ഒരു വർഷക്കാലം അതായത് 17/8/2024 മുതൽ 16/8/2025 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം. ഒരു കൂറിന്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യണ്ട, ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണമെന്നില്ല. പിന്നെ നിങ്ങളുടെ അതായത് ഫലങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കർക്കിടകം 32 വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പുരാട നക്ഷത്രത്തില് ചിങ്ങരവി സംക്രമം എന്ന് പറയുക. 1200 മീനം 15 അതായത് 2025 മാർച്ച് 29 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 മേടം 31 അതായത് 2025 മെയ് 16 ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. 1200 ഇടവം 4 അതായത് 2025 മെയ് 19 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശിമാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇടാം. ഇത് പൊതുവായിട്ട് ഈ ഒരു 1200 കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ. മീനരാശി പൂരട്ടാതി കാലം ഉത്തരട്ടാതി രേവതി അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മീനരാശി. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 3ാം ഭാവത്തിൽ വ്യാഴവും 12ാം ഭാവത്തിൽ ശനിയും ജന്മത്തിൽ രാഹുവും 7-ൽ കേതുവും സഞ്ചരിക്കുന്ന സമയമാണ്. ഒരു സമ്മിശ്ര ഫലം നമുക്ക് പറയാവുന്ന ഒരു വർഷമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നതായിരിക്കും. എന്തൊരു കാര്യത്തിലായാലും നമുക്ക് പ്രതീക്ഷിക്കാതെ പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നേക്കാം. കുടുംബ ജീവിതത്തിൽ നമ്മൾ കൃത്യമായി നോക്കി നടന്നില്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങള്, അഭിപ്രായ ഭിന്നതകൾ, കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പ്രണയക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കാണെങ്കിൽ മീനരാശിയുള്ളവർക്ക് ടെൻഷൻ കുറച്ച് കൂടുതലായിരിക്കും. സോ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യം നടക്കണമെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കുമെന്ന് ഉറപ്പുണ്ടായിരിക്കണം. ആ ഒരു വിശ്വാസത്തോടെ വേണം മുന്നോട്ട് പോകാൻ. കാരണം ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല, അയ്യോ എനിക്ക് നടക്കുന്നില്ല എന്ന് ഓർത്ത് നിരാശപ്പെടാതെ അത് കുറച്ച് കഴിഞ്ഞിട്ടായാലും എനിക്കത് അടുത്ത് എടുക്കാൻ സാധിക്കും, എനിക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എൻ്റെ കൈക്കലാകും, ഞാൻ ജോലി അന്വേഷിക്കുകയാണ്, കുറച്ച് അറിയേണ്ടി വന്നാലും എനിക്ക് ആ ജോലി കിട്ടും എന്ന വിശ്വാസം വരിക. പരീക്ഷയിലായാലും ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും എനിക്ക് പഠനത്തിൽ ഞാൻ വിജയിക്കാൻ സാധിക്കും, പരീക്ഷ വിജയിക്കാൻ പറ്റും എന്നൊരു ഉറപ്പും കൂടി ഉണ്ടാവണം. കാരണം ആ ഒരു ഉറപ്പ്, ആ ഒരു വിശ്വാസം നഷ്ടമായാൽ നിങ്ങൾക്ക് ആ ലൈഫിലോട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആവും. നിങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് പോലും അറിയില്ലാത്തൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അവരുടെ ചെറിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ കൃത്യമായ വൈദ്യ പരിശോധനയ്ക്ക് നടത്തുക, കൃത്യമായ മരുന്ന് സേവിക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശത്രു ഭയം, ശത്രു ശല്യമൊക്കെ പറയാവുന്ന സമയമാണ്. സോ ശത്രുക്കളെയും കരുതിയിരിക്കുക. ആരാ നമ്മുടെ ശത്രു എന്ന് നമുക്ക് ചിലപ്പോൾ അറിയാൻ പോലും വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നവരായിരിക്കുന്നില്ല നമ്മുടെ ശത്രുക്കൾ. സോ ശത്രു ഇന്ന ആളായിരിക്കും എന്ന് ഉറപ്പ് വരുത്താതെ നമ്മൾ ഒരു കരുതലോടെ ജാഗ്രതയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആര് ശത്രു ആയാലും വിഷയമില്ല. നമുക്ക് അതൊന്നും നോക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ
തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ നഷ്ടമായ സാധനമായിട്ട് നമുക്ക് ആ തൊഴിൽ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും നമ്മളോട് ഒരു കുശുമ്പ് അസൂയ, അത് നമ്മുടെ ചിലപ്പോൾ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്നവർക്ക് തന്നെ ആവാം. സോ നമ്മുടെ ആ ജോലി നഷ്ടമാവണം, അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടമായി പോകണം, അല്ലെങ്കിൽ മേലധികാരിക്ക് നമ്മളുടെ ആ പ്രീതി നഷ്ടമാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ പേര് നിങ്ങളുടെ ചുറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഓക്കെ, അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലൈഫ് എന്ന് പറയുന്ന ഭയങ്കര, ഇപ്പം റോട്ടിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര കുണ്ടും കുരിയായി നമുക്ക് ആ വണ്ടി ഓടിച്ചു പോകാൻ ഭയങ്കര പാടായിരിക്കും. സോ അങ്ങനെയാണ് ആകാൻ സാധ്യതയുണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ച് ആ റോഡ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് റോഡൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലായാലും നമ്മൾ എല്ലാം കരുതലോടെയും ജാഗ്രതയോടെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കൃത്യമായിട്ട് നല്ല രീതിക്കാണ് ഉൾക്കൊള്ളുന്ന, ആ രീതിക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുമെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് നല്ല സ്മൂത്ത് ആയിട്ട് ഈ ഒരു വർഷത്തെ കടത്തിയെടുക്കാൻ സാധിക്കും കേട്ടോ, ജീവിതത്തിലായാലും. അതുപോലെ തന്നെ നമുക്ക് പ്രണയത്തിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മുടെ പങ്കാളിയുമായിട്ട് കുറച്ച് കാര്യങ്ങൾക്ക് നമ്മൾ സ്വരം കൂട്ടി സംസാരിക്കണം, ദേഷ്യം കുറച്ച് കൂട്ടി അതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ആ പങ്കാളിയുടെ ഫീലിങ്സ്, ഇമോഷൻസ് അതൊന്നും മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കൂടി മനസ്സിലാക്കി മുന്നോട്ട് പെരുമാറാൻ ശ്രദ്ധിക്കുക. അപ്പൊ കുറച്ച് ആ പ്രണയകാലത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും നമ്മൾ പറഞ്ഞ പോലെ കാലതാമസം വരുമെന്ന ഉറപ്പോടെ തന്നെ വേണം പോകാൻ. നമുക്ക് ആ കാര്യം ഇന്നല്ലേ നാളെ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് അതുണ്ടാവണം. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, വലിയ ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ജാഗ്രതയോടെയും കരുതലോടെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. പൊതുവെ പറഞ്ഞൊരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ബിസിനസ് കാര്യങ്ങളായി ഒരു ഇടയ്ക്കൊരു കയറ്റിൽ ഇറക്കലൊക്കെ ഉണ്ടാവും, അത് മനസ്സിലാക്കി തന്നെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു രാശിഫലം എന്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ? എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല. എന്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് വരുന്ന ഫലങ്ങൾ ഒക്കാറില്ല എന്ന് പറയാറുണ്ട്. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ്. വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ സ്വയം ജാതക പരിശോധന, ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം. എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായ മെഡിസിൻ ഓരോരുത്തർക്കും നൽകാനും സാധിക്കും. അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കുന്നതാണ്, എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്നുണ്ട്, എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ്? അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് അറിയോ? നമ്മളൊരു മാവിലേക്ക് കല്ലെറിയുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലെറിക്കുക? നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ. ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് പിറക്കി എറിഞ്ഞുകൊണ്ടിരിക്കുവോ? ഇല്ല, അല്ലേ? അത്രം തന്നെ മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട്, മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ മറ്റുള്ളവർക്ക് അതിന് മേലിൽ എന്താണ് ഒരു അസൂയ, കുശുമ്പ എന്നൊക്കെ പറയാം നമുക്ക്, എന്നൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്യുന്നത്, കല്ല് ചെയ്യുന്നത്. ആ കല്ല് എറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണറിയോ? അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക. ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ല് എറിയുന്നുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും. ഓക്കെ, നമ്മളെ ടാറ്റ്, നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീൽ തോന്നും, ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീൽ കിട്ടും. അപ്പോ നമ്മൾ അവിടെ തന്നെ നിന്ന് പോയാലും പ്രശ്നമാണ്, അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ്. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. താന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ്, നിങ്ങൾ ആരും കല്ലെറിയാനും നിൽക്കൂല. കാരണം എന്താ, മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും? ഇപ്പൊ മാവ് വിചാരിക്കാണ് ഏത് നേരം കല്ലെറിയല്ലേ, ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ട് എന്ത് ചെയ്യാനല്ല, കല്ലെറിയാനും പോകുന്നില്ല, പറിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല. ആ സ്ഥാനത്ത് അടുത്ത വർഷം ഇച്ചോടും പൊക്കമൊക്കെ വെച്ച് ഇച്ചോട് നന്നായി മാവും പൂവൊക്കെ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർ കല്ലെറിയാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കും? എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം. ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും. എന്നാൽ എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ. നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റുള്ളൂ. ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തത ഇല്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല. നമുക്ക് അറിയത്തില്ല
അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല. എന്നാൽ കൃത്യമായൊരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ഉണ്ട്, അത് എന്റെ ചെക്ക് പോയിന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടത്തുണ്ട്, അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അത് കൃത്യമായിട്ട് അത് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക. നമുക്കത് നേടിയെടുക്കണം ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീഴടക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീഴടക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷഫലമാണ് അല്ലെ. അപ്പൊ ഈ ചിങ്ങം 1-ാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക. ഇപ്പൊ 2024 തുടങ്ങിയപ്പോ പലരും കുറെ ചലഞ്ചസും കുറെ പ്ലാൻസും ഗോൾസും ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തിട്ടുണ്ടാവും, പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും. എന്നാൽ അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. ഇതൊരു പുതുവർഷമാണ്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണം. നിങ്ങൾ 2025 ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് 20 അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പം തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യുക, കുതിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും, അസൂയാക്കളാവും. അത് മാത്രമല്ല, നമുക്ക് തന്നെ എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നോടത്ത് ആ പ്രശ്നം മാറില്ല. അതിനെന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെയോ ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല. നമുക്ക് എന്താണോ വേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവെ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല. ഒരു വലിയ കാര്യങ്ങൾക്കൊന്നും അറ്റാച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല. പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ്. അപ്പൊ ലഗ്നവും രാശിഫലവും കൂടി ആകുമ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും. എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടേക്കാണ് നിൽക്കുക, നമുക്കിപ്പോ ദശ ഏതാണ്, ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോയി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അത് മാത്രമല്ല, ഓരോരുത്തരുടെ ജീവിത വളർന്നു വന്ന സാഹചര്യം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം, ഇപ്പൊ ഒരു വ്യക്തി ഒരേപോലത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. പക്ഷെ അവർ രണ്ടുപേരും വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി. കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ. ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ചീത്ത മാത്രം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ. ഓക്കെ, ഒരു പാലിന്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടരാൻ ഈസിയാ. ഓക്കെ, പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ. സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷമല്ല കേട്ടോ. നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും. അതല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരാണ്. നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക. എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പൂജേനയോ അല്ലെ പ്രാർത്ഥനയിലോ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല. അത് കൃത്യമായ എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ദൈവം അവിടെ നിന്ന് നോക്കാം, ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട്, ഓക്കെ അവന് ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും. താൻ ബാധി ദൈവം ബാധി. നമ്മൾ ചെയ്യാനുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലെ ദൈവത്തെ മാത്രം ആശ്രയിച്ചിട്ടല്ല, നമുക്കും ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഈ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇത് നിങ്ങളിലേക്ക് എത്തേണ്ടതാണ്. കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും, ഓക്കെ ഇതൊക്കെയാണ് ഫലം, ഓക്കെ എന്നാ വിചാരിച്ച് മുന്നോട്ട് പോകും. ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോ സന്തോഷിക്കും. പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം എന്താ, നിങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ്, അല്ല മറ്റുള്ളവരല്ല. ഓക്കെ, അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല.
അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്നാണ് പറയുന്നത്. നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താരെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുവാനായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ.